ഗായ്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ആർമറെല്ലാം പോയിട്ടുണ്ടായിരുന്നു മുമ്പത്തെ എപ്പിസോഡിൽ. അതൊന്നും ഗൈസ് അതൊക്കെ മുമ്പത്തെ എപ്പിസോഡ്. ഇത് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കൊടുക്കാത്ത ഗ്രൈൻഡിങ് ആയിരുന്നു ഗൈസ്. കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്ത് മൊത്തം സെറ്റാക്കി ഗൈസ്. എനിക്ക് ആർമർ പോയില്ല ഗൈസ്, വിഷമമില്ല. എൻ്റെ ഇത് പോയാലാണ് ഗൈസ് എനിക്ക് വിഷമം, മറ്റേ എലേറ്റർ ഗൈസ്. ഇപ്പോൾ എലേറ്റർ പോയി എടുത്തു ഗൈസ്. ഓൺ ദ വേ ആണ് ഗൈസ്, ഞാൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചെറിയ വീഡിയോ റെക്കോർഡ് ചെയ്യണേ ഗൈസ്. ഇതേ ഗൈസ് നമുക്ക് പോവാം. പക്ഷേ ഇവന്മാരും കൊല്ലണില്ല ഗൈസ്. ഇതിൻ്റെ ആർമറൊക്കെ പണ്ടത്തെ പോലെ തന്നെ ഗൈസ്, എല്ലാം സെറ്റാണ് ഗൈസ്. ഇപ്പം അതിലെല്ലാം ഉണ്ട് ഗൈസ്. ഐ തിങ്ക് ത്രോൺസ് മാത്രമേ ഇതിലും ഇല്ലാത്തതുണ്ട് ഗൈസ്, ഏതോ ഒന്നോ രണ്ടെണ്ണത്തിൽ. പിന്നെ ചിലത് ത്രോൺസ് 2 ഉണ്ട്. അപ്പം ഗൈസ് ചെറിയൊരു ടവറിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറണം കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ചെറുതായിട്ട് നെതറിലൊരു കേസ് മോഡിഫിക്കേഷൻ പറ്റി കണ്ട് നല്ല ഭംഗിയില്ലേ. നമ്മുടെ വീട്ടിൽ ചെല്ലുന്നു, നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യുന്നു. അപ്പൊ കളി വേണ്ട മച്ചാനെ. അത് എൻ്റെ ടെസ്റ്റ് പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ രണ്ടെണ്ണം എടുത്ത് നോക്കി ഗൈസ്. ഊള ഗൈസ്, ഇതിൽ വാനിഷിങ് ഉണ്ട്, ഇതിൽ ഫയർ പ്രൊട്ടക്ഷനും ഉണ്ട് ഗൈസ്. അത് നീട്ട ചവറൊക്കെ ഞാൻ എടുത്തു പറ്റി. ഇന്നലെ 12 മണി കളിക്കായിരുന്നു. അപ്പൊ തൊട്ട് പറയാൻ തുടങ്ങിയതാ. നമുക്ക് അബ്ബാസിനെ കൂടെ കത്തിച്ചാലോ ഗൈസ്? നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്, അബ്ബാസിനെ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ചത്ത ഞാനല്ല ഗൈസ്, കാരണം ബെഡ് റോക്ക് ഇടിക്കണ കാരണം. ഓക്കെ ഗൈസ്, നിനക്ക് എൻ്റെ ഡോണ് കാണാം ഗൈസ്. ഇതുണ്ട് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഗൈസ്. ഇപ്പം ഞാൻ നേരെ ഇടിച്ചു ഗൈസ്, ഇടിച്ചു ഗൈസ്. അപ്പം കണ്ട ഗൈസ്, ഞാൻ എലേറ്റർ ഓൺ ചെയ്താണ് അടിക്ക് വരുന്നത്. പക്ഷെ അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇടിച്ചതും ഗൈസ് ഞാൻ പൊസിഷനായി. ഇതിങ്ങനെയായി ഗൈസ്. ഞാൻ നേരെ ലാവയിൽ വീണു, ഞാൻ ചത്ത് ഗൈസ്. എനിക്ക് നെതറിലാണ് ബാഡ് ലക്ക്. ഇവൻ ഇവിടെ എൻഡിലല്ലേ. ഞാൻ എപ്പോൾ എൻ്റെ പോയി ചാവ് കറി പണ്ട് വേണം. ഞാൻ ഇതുപോലെ ചത്തത് എന്തൊരു എൻ്റർമാൻ പക്ഷെ എന്ത് കഷ്ടം. 4 എൻ്റർ ടെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. 16 ആയണോടാ. ഒരു കൊച്ചു അയൺ ഫാം ആയി ഗൈസ് ഈ സാധനം. ഇവിടെ നമുക്ക് കുറച്ചും കൂടെ എനിക്ക് പിന്നെ 2.5 സ്റ്റാക്ക് ഇതുണ്ട്. എത്ര ആക്കാൻ പറ്റുന്നുണ്ട്? ഇനി നമ്മൾ ഇത് ചെയ്യും ഗൈസ്. ഇനി എന്തെന്ന് പറഞ്ഞവിടെ പിന്നെ ഏതൊരു ബ്രോ അല്ലേടാ, ഫോക്സ് അങ്ങനെ എന്തോ കുറെ ഇത് കിട്ടി. നെതറാക്കല്ലേ എന്താ പറയാ. ശരിക്കും എൻ്റെ വായ ഫുൾ നെതറാണ്. പോടാ, നീട്ടി ഞാൻ റെഡിയാക്കിയ ലാഗടിക്കുന്നു. ഞാൻ കള്ളത്തിന് എന്താ കേസ് ഞാൻ ലാഗടിക്കുന്നു. സെറ്റിങ്സ് എടുത്തപ്പോൾ ഓക്കെ കേസ്. വീണ്ടും ഒടുക്കത്തെ ലാഗ്. മീറ്റർ അങ്ങോട്ട് ഇടേണ്ടി വരുമോ? ബഗ് ചാവാൻ അല്ലെങ്കിൽ ബഗ് ഗൈസ് ലെവലിന്റെ
എടാ അങ്ങോട്ട് നീ അവിടെ കയറി പേടിച്ചിരിക്കാതെ. ജസ്റ്റ് 34 ഇതെടുത്തു ഉണ്ടാക്കുക പെട്ടെന്നോ എന്താട്ടടാ 8 TNT ഞാൻ 32 സാൻഡ് കൊണ്ടുവരും. ചേട്ടാ അങ്ങോട്ടേ അല്ലെങ്കിൽ എന്നെ അമ്മ അടുപ്പിക്കില്ല. അന്നക്കാതെ രംഗ് തന്നെ കാവിത്തോല് ഒരു മ്യൂസിക് ഫാസ്റ്റസ്റ്റ് ആവാൻ പോകും. ഇവിടെ വിച്ച് 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 വിച്ചാ വിച്ചൊന്നുമില്ല. ഇങ്ങോട്ട് വാ. ദേടാ 11 ഞാൻ കളിച്ചു. ഇവന്റാ അയ്യോ ഇവൻ സാമാനം എനിക്ക് വേണ്ടി സാമാനം വേണം. അങ്ങനെ പോഷൻ കിട്ടിയോ? അത് എന്റെ ഫാമിൽ കിട്ടുമല്ലോ ഹീലിങ്. നമ്മളെ ലൂട്ടിങ് ആണ് എന്റെ. പിന്നെ എന്നെ നമ്മുടെയൊക്കെ പിന്നെ ഫോർച്യൂൺ ആണല്ലോ. പിന്നെ ഏതറ വേൻ അത് വാളില് ഞാൻ വാളത്തി തന്നെ പറഞ്ഞേ. നീ പറഞ്ഞു വാളില് ലൂട്ടിങ് ആണെന്ന്. നീ പറഞ്ഞു വാളില് ലൂട്ടിങ് ആണെന്ന് എൻ്റെ. അപ്പം നമ്മുടെയൊക്കെ പിന്നെ ഫോർച്യൂൺ ആണല്ലോ അല്ലേ? അല്ല കാര്യം പറഞ്ഞ ചാൻപിൽ വെക്കാം. ഇങ്ങനെ ഫാമിക്ക് പോവാ ഗൈസ്. അത് നല്ലത്. മറ്റേ ഫാമിൽ നിന്ന് കിട്ടും. എന്നാൽ നമ്മുടെ ഈ ഫാമിൻ്റെ അത്ര വലിയ ഇത് ഫാം. ഇത് നമ്മുടെ സായൻ ഫാമാണ്. ഏത് ഇതാ ഈ ഫാം താഴെൻ്റെ? ഞാൻ നോക്കട്ടെ ഗൈസ്. സൈലന്റ് ഫാമാണ് ഗൈസ്. കാരണം നമ്മൾ ഇത്രയും ദൂരമല്ല കഴിച്ചിരിക്കണേ. നല്ല ഡിഫറൻസ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് മാത്രം ഇതാണ്. പിന്നെ ഞാൻ സംസാരിക്കുന്നത് കേൾക്കില്ല. അതുകൊണ്ട് ഇതിപ്പം എൻ്റെ ഞാൻ ഒന്ന് മെൻറ്റായിട്ട് വരാം ഗൈസ്. ഡൈവല്ലേ നമ്മളിനി പട്ടക്കം പൊട്ടിക്കാൻ പോവാണ്. ഇന്ന് വിഷയമൊന്നുമല്ല. നമ്മൾ പട്ടക്കം പൊട്ടിക്കും അല്ലേ? എന്നെ പട്ടക്കം എൻ്റെ അയ്യോ ഇവിടെ 30 വണ്ടി ഇവിടെ. ഞാൻ എടുത്തിട്ടുണ്ടാവും. ഈ വഴി ഞങ്ങൾ ഇറങ്ങി അങ്ങ് പോയാൽ മതി. നമ്മൾ നമ്മുടെ മെഷീൻ ഇപ്പൊ എക്സാക്ട് ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ 4 മണിക്ക് കളിക്കാൻ തുടങ്ങി. 6 മണിയായി ഗൈസ്. 2 മണിക്കൂർ നമ്മൾ ഫാമിലി നിന്നു. എന്തുവാണ് എത്തുന്നില്ലല്ലോ കോപ്പ്. ഇതാണ് നമ്മുടെ സെന്റർ. യാത്ര കിട്ടുന്നത് നമുക്ക് കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിനക്കുന്ന ഒരു 2 സ്റ്റാക്ക് എന്റെ അയ്യോടാ റീസ്പോൺ സെറ്റ് ചെയ്തില്ല. ഇവിടെ പെട്ടില്ല അല്ല ഇവിടെയാ ഞാൻ വെക്കാം. ഞെക്കരുത് കേട്ടാ. ഞാൻ ഇതിന് വെക്കാണ്. എന്താണ് എടാ? അപ്പൊ ഫസ്റ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്താലും ഒരു ബെഡ് വെച്ച് ഉദ്ഘാടനം തോട്ടം പെട്ടി അവിടെ. തോട്ടം ഫ്രണ്ടിൽ തന്നെ വെച്ച് ഞാൻ ചടങ്ങ് ഇതാകട്ടെ. സൈഡിക്ക് ആകാലേടാ. എത്ര ദൂരമാണടാ? നമുക്ക് ഇവിടെ വെച്ച് നമുക്ക് ആദ്യത്തെ പടക്കം പൊട്ടിക്കാം. പൊട്ടി ഇങ്ങടാ. ചെറുതായി തോട്ടത്തിന്റെ വെട്ടി എടുക്കാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്ക് കാണുന്നില്ല പൈസ. നിക്ക്
സ്കെൽട്ടൻ ചാവട. അയ്യോ ഇത്രയൊക്കെ വരെ എനിക്ക് ഉള്ളൂല്ലേ. അയ്യോ ഇത് അടിയിൽ വീണല്ലേ. എന്ത് പരിപാടിയാണ് കത്തി നിനക്കല്ല തീ പിടിച്ചാ. പിന്നെ തീ പിടിപ്പിച്ചിട്ട് ഇതെന്താണ് ചേച്ചി ഇവിടെ മൊത്തം ലാവാ. ഇതൊക്കെ ഒരു അടയ്ക്കണം ഗൈസ്. നിന്റെ പോത്താണുള്ള പവർ. അച്ഛേ ഇതെന്താ ചേച്ചി ഇവിടെ ഈ സാധനങ്ങൾ വെച്ച് ഞങ്ങളെല്ലാം വെച്ചോക്കാം. എന്താ എടാ ഈ സ്ഥലം വേണ്ട, നമുക്ക് തിരിച്ചു പോയവാ. തിരിച്ചു പോയവാ വേണ്ട. സ്വിം ചെയ്ത് ഡേ വരുന്നവർക്ക് വില മിസ്സായിട്ട് നോക്കില്ല. എനിക്ക് കണ്ണൊന്നും പിടിക്കില്ല. എനിക്ക് പിടിക്കാത്ത കണ്ണല്ലേ എനിക്ക് പിടിക്കാം. അയ്യോ ഇവൻ എന്തോന്ന് അയ്യോ അവൻ ഫ്ലെയിമുള്ള ബോയാണ്. ഇവിടെ മൊത്തം സ്കെൽട്ടൻസ്. എലക്ട്രോണ്ട് പറന്ന് ഇവിടെ സ്കെൽട്ടൻസിന്റെ പട വരുന്ന എന്നെ കൊല്ലായി. എന്താണ് അത്? ഇങ്ങോട്ട് ഇങ്ങോട്ട് ചൂടിയല്ലേ ഇവിടെ TNT വെച്ച് അടച്ചിരിക്കുക. എന്ത് സ്വഭാവമാണത്? ചാവള പട്ടി. ഞാൻ ഫയർ ആസ്പെക്റ്റിന്റെ വാള് കൊണ്ടാ മച്ചാനെ കളിക്കണേ. എല്ലാരും കൊന്നാ സോൾസ് ആൻഡ് വാലി ആയതുകൊണ്ടാ. ചാവള പട്ടി. നിന്റെ മാത്രല്ല മുത്തായപ്പോ എന്റെ കയ്യിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സൈഡിൽ കുഴിച്ചാലോ? ഞങ്ങൾ കുറെ കുഴിച്ചിട്ടൊക്കെ ഗൈസ് കുറെ നേരത്തെ പരിശ്രമത്തിനുള്ളിൽ അത് തന്നെ ഗൈസ്. ഇപ്പൊ എന്റെ റിയൽ ലൈഫിൽ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം 4 മണി ഗൈസ്. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കണത് ഗൈസ്. ഇത് അതായത് നമ്മൾ ഇന്നലെ ഗൈസ് വൈകുന്നേരം കുറച്ചു നേരം 4-5-6 മണിക്കൂർ ഗൈസ് കുറച്ച് കളിച്ചു. ഗൈസ് അത്രയും നേരം കളിച്ചു. പിന്നെ ഞാൻ നിർത്തി ഗൈസ്. പിന്നെ രാവിലെ ഞാൻ കുറച്ച് കളിച്ചു. അങ്ങനെ ഗൈസ് അപ്പൊ രണ്ടാമത്തെ ദിവസമാണ് ഗൈസ് റിയൽ ലൈഫില്. കൊറേ പോയിട്ടുണ്ട് ഗൈസ്. കണ്ടാൽ തന്നെ അറിയാം. ഇങ്ങോട്ടും കുറച്ച് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ XP കണ്ടറിയാം ഞാൻ ചത്ത് ഗൈസ്. കാരണം ഞാൻ അത് ഇവൻ പെട്ടെന്ന് കഴിച്ച് എൻ്റെ മറ്റേ അടുത്തൊന്ന് ഒരു ഇത് വെച്ചു. ഞാൻ 2 വാള് കൊണ്ട് അടിച്ചത്. സംഭവിച്ചത് ഞാൻ പറയാം. ഒരു ലാവ അതായത് ഞങ്ങള് തീയല് വേണ്ടി ലാവ വന്നു. അപ്പൊ തന്നെ എന്ത് ചെയ്തു? അതായത് ഞാൻ എക്സാമ്പിൾ കാണിച്ചത് ഇവിടുന്ന് ലാവ വരികയായിരുന്നു. ഇവൻ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പൊ ഞാൻ സൈഡിൽ നിൽക്കായിരുന്നു. അപ്പൊ ലാവാണ് നമ്മൾ ചാടി ചാടി. അപ്പൊ നോക്കണം. അപ്പൊ എന്റെ തലയിൽ കൂടെ വന്നു. അപ്പോഴേക്കും ഇവിടെ മൊത്തം നിറഞ്ഞു. അപ്പോൾ ഞാൻ ചാടി ഇറങ്ങിയപ്പോഴേക്കും ഒരു ഹാർട്ട്. അപ്പോൾ ഞാൻ പേടിച്ച് കുറച്ച് TNT മുകളിൽ വെച്ചു ഓടാൻ വേണ്ടിയിട്ട്. അത് ഞാൻ ബ്ലോക്ക് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ കയ്യിലുണ്ടായിരുന്ന TNT ആണ്. അപ്പൊ TNT കയ്യിൽ വെച്ച് അവിടെ മൊത്തം പൊട്ടിയിട്ട് അതിന് ചത്ത് എന്തോ മാതിരിയാണ് ആ തീയിലൊന്നും പോവാണ്ടിരുന്നത്. വേറെ മറ്റേ ഫുഡൊക്കെ പോയി. ഫുഡ് പോയി. പിന്നെന്തായിരുന്നു പോയത്? പിന്നെ ദബിക്ക് പിന്നെ ഇതുണ്ടല്ലോ അതുകൊണ്ട് അത് പോയില്ല. പിന്നെ നമ്മുടെ പിന്നെന്തായിരുന്നു പോയി? പിന്നെ കുറച്ച് നെതറാക്കും വേറെ എന്തൊക്കെയോ കുറച്ച് അവർ സാധനങ്ങൾ പോയി. ഇത്രയും സംഭവമാണ് ആകെ പോയത്. പക്ഷെ ഞാൻ ചത്തില്ല കേസ്. ഇതുമായിട്ടുണ്ട് എൻ്റെ ലെവൽ എങ്ങനെയാണോ അതുപോലെ ഉണ്ട്. നിങ്ങൾക്ക് നല്ല കേസ്. ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും സെറ്റാണ്. ഞാൻ ഇത്തിരി മുമ്പ് ചത്തണം. ഒരു 5 മിനിറ്റ് 5 കേസ് ഇത്തിരി മുമ്പ് ചത്തണം. അല്ലെങ്കിൽ ഞാനിവിടെ മൈൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം കേസ്. പിന്നെ ഞങ്ങൾ കുറേ ബ്ലോക്കൊക്കെ കൊണ്ട് ലാവിയിൽ എറിഞ്ഞു കൈസ്. ഇവിടുന്ന് കുറേ ബ്ലോക്ക് കിട്ടി. ബ്ലോക്കിലൊക്കെ അടിക്കുന്നു കൈസ്. എന്താണ് ഇവിടെ ഇത്? അയ്യോ അപ്പൊ കൈസ് ഞാനൊരു ബെഡ്റോക്ക് കേജിന്റെ ഉള്ളിൽ പെട്ടു. എൻ്റെ ആകെ ഉള്ളത് ഇത്ര സംഭവങ്ങൾ. എനിക്ക് അങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല. ആടെ റോക്കറ്റ് മൊത്തം കത്തിപ്പോയി. റോക്കറ്റ് മൊത്തം കത്തിപ്പോയി. ഇപ്പൊ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ആകെ കിട്ടിയത് 22 നിന്റെ എത്ര? 18 22 ഉണ്ട് എൻ്റെ കയ്യിൽ.
ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ 2 ദിവസം കളിച്ചോണ്ട് അതെനിക്ക് ഇത്തിരി മുമ്പ് ഉണ്ടായിരുന്നു. ഇതെന്തൊക്കെയാ പിന്നെ ഞങ്ങൾ ഇത് ഏത് ഒരെണ്ണത്തിൽ വെച്ചിട്ടുണ്ട് അതേ ഗൈസ് 12 എണ്ണം ഇതിലും ഉണ്ട്. 46 വന്നു. എത്ര ആ ഗൈസ് മൊത്തം TNT തീർന്നു. ഇല്ല ഞാൻ കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ട് 2 stacks മറ്റേ എന്തോ തിനി മൊത്തം എടുത്തുവിടാ. അപ്പൊ 60 സ്റ്റാക്കായി. ആ 64 നോക്കി 4 കൂടെ കിട്ടിയിരുന്നു. ഇത് നമുക്ക് കറക്റ്റ് ആണ് തോന്നുന്നു. എനിക്കും ഇവന് എത്ര ടൂൾസ് ഒക്കെ ആക്കാൻ പറ്റും എനിക്ക് അറിയില്ല. ടൂൾസ് ആക്കാൻ പറ്റില്ല. അതെ പക്ഷെ ഏതെങ്കിലും ഒന്ന് ആക്കാൻ പറ്റും. 2 ആർമർ അല്ലെങ്കിൽ ടൂൾസ്. ടൂൾസ് ഒക്കെ പതിയെ ആക്കിക്കോളാം. ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങളുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനാ. ഞാൻ നിനക്ക് മൂത്രം ഒഴിക്കാൻ പോണത്. ഞാൻ പിടിക്കാൻ പോണെന്ന്. പക്ഷെ നിന്ന് നിക്ക്. I put my armor on. നമ്മളടി കൂടാണ്ട് അവരല്ല. രാത്രി ആയിരിക്കും അപ്പുറത്ത്. ഇവിടെ കുറെ പൂച്ചയുണ്ട്. നിങ്ങൾ പറഞ്ഞ പൂച്ചയെ പറ്റാക്ക തങ്കച്ചൻ ഇപ്പൊ കാണുന്നുണ്ട്. അവൻ പോയി ആ ഗൈസ് ഞാൻ എല്ലാം സ്മെൽട്ടാണ്. ഡോർ തുറക്കില്ല ചാവും. തുറന്ന് കയറി അടിച്ചു. ആളെ ഞാൻ അമ്പ് പിടിച്ചിരിക്കാം. ഞാനും ഇതാ കണ്ട ഈ സാധനം ജസ്റ്റ് മിസ്. ഓക്കെ അതിൽ ഇവിടെ ഉണ്ട്. ഇതിനെ നമുക്കൊരു 5-6 ഡിവൈഡ് ചെയ്യാം. ആ ഉണ്ട്. ഇപ്പൊ 4 ഡിവൈഡ് ചെയ്ത് ഒരു സ്റ്റാക്കിന്റെ അടുത്ത് ഞാൻ മൈൻഡ് കുറച്ച് എനിക്ക് 48 ചസ്റ്റലേക്ക് മാറ്റുന്ന ടൈമായിരിക്കും. എനിക്ക് പോയി മാറ്റി പ്രൊജക്ട് പോലെ നമ്മളിപ്പോ ഈ ബോർഡാണ് ചെയ്യുന്നത്.
വരാം. എടാ ആകെ 15 സ്ക്രാപ്പാ. ആടോ എനിക്കും 13. അയ്യേ ഇതൊന്നും ലാഭമില്ലാത്ത ബിസിനസ്. എങ്ങോട്ടാ പോണേ? സ്മെൽറ്റ് ചെയ്യുമ്പോൾ കുറേയൊക്കെ കുറയും, ചിലതൊന്നും കിട്ടില്ല. അതൊന്നും നിനക്കറിയില്ലേ? ഇതൊന്നും അറിയില്ല. ആദ്യം ഞാൻ തങ്കച്ചന് ഇവിടെ തങ്കച്ചൻ കിട്ടിയോ? തങ്കച്ചൻ രാവിലെ ശ്രദ്ധിക്കുന്നു. നീ പോയി കുറച്ച് ഗോൾഡ് എടുത്ത് ഫാം ഓണാക്കല്ലോ. ഞാൻ എക്സ്പി കയറ്റാന്നല്ല പറഞ്ഞേ, ഫാം ഓണാക്കാനെ. പിന്നെ 2ാം നിലയിൽ കൊണ്ട് കിടത്തിയാൽ അവിടെ കാര്യം പോവില്ല. അത്ര ഞാൻ അവനെ കൂട്ടിയിട്ടതാ. മൊത്തം എടുക്കേണ്ടി വരും കൈസ് ചിലപ്പോ. 2ാം നിലയിൽ പോവും കൈസ്. അപ്പൊ വരും. ആ തങ്കച്ച പോലെ തങ്കച്ച പെട്ട് തങ്കച്ച യു ആർ ട്രാപ്ഡ്. തങ്കച്ച കൊടുക്കുന്ന ബുദ്ധിയാണ് കൈസ്. ഞാൻ ഉണ്ടാകട്ടെ. മറ്റേ സാധനം എങ്ങനെ ഉണ്ടാക്കുക? അയ്യനുണ്ടോ കൈസ്? ഇവിടെ ഗോൾഡ് തരാട്ടാ. നീ ഉണ്ടായിക്കോ. 35 ഗോൾഡ് ആകുന്നുള്ളൂ. കയ്യിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. 15 ഉണ്ടാക്കാം ഇത്രയും കൊണ്ട്. 15 കയ്യിലിരിക്കുന്നത്. എനിക്ക് ഇതൊന്നും വേണ്ട. ഇതിപ്പോ എന്തിയല്ല ആവിയെ കൊണ്ടു വിളിച്ചെറിഞ്ഞാലോ. കുറച്ചും ചെയ്യും. ഇത് കുറച്ചോ റിയലാണോ? കളറും ഉണ്ട്. പറ്റിച്ച ഫ്രൂട്ട് പറ്റിച്ചാ നമ്മളെ. കിട്ടില്ലേ കൈക്ക്? നീ ഇതെടുത്തോ. എന്റെ കൈക്കോളി ഇതെടുത്തോ. എനിക്ക് ഒരു 18 എന്റെ ഉണ്ട്. ഇത് ഗ്രൂപ്പ് ചെയ്തിട്ട് നമുക്ക് 2 ഉണ്ടാക്കണം. 2 വീടും പുറത്തുനിന്നെടുത്താടാ. എനിക്ക് വേണ്ടവാ ആഡ് ചെയ്യാൻ പാ. എൻ്റെ 10 ഡെബിലി ഒന്ന് മാത്രം ഉണ്ടാവും. 1 എനിക്ക് 16 ഡയമണ്ട്. Let's go. കണ്ടടാ തിളക്കം കണ്ടടാ. തിളക്കം കണ്ടടാ. ഫസ്റ്റ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യണം. ലെഗിൻസ് നമ്മളിപ്പോഴല്ലേ പ്രോ ആയത്. മൊമെന്റ് ഓഫ് ട്രൂത്ത്. എടാ നിന്റെ എല്ലാം എടുത്ത് ചെയ്യല്ലേട്ടാ ടെംപ്ലേറ്റ്. എനിക്ക് കുറച്ച് വേണം. ഞാൻ മൊത്തം ആർമർ പോലും ചെയ്തില്ല. ലാസ്റ്റ് രണ്ടും കൂടെ ചെയ്തു. എടാ ഒരു ടെംപ്ലേറ്റ് തന്നെ. ഒരെണ്ണം കൂടെ എൻ്റെ പിന്നെ മറ്റേ നമ്മൾ കുറച്ച് അപ്ഗ്രേഡ് ടെംപ്ലേറ്റും കൂടെ ഡ്യൂട്ടി ചെയ്യേണ്ടതായിരുന്നു. മറ്റേ ഒരു സ്റ്റാക്കിന് അടുത്ത് നമുക്ക് ഇത് കിട്ടണമായിരുന്നു. മറ്റേ തെപ്പില്ല. അപ്പൊ നമുക്ക് അത്രേനെ കിട്ടുന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറവാണ്. ആ ഗൈസ് ഒറ്റ മിനിറ്റ്. എടാ എന്നെ കാണിക്കടാ. കുറച്ചുകൂടെ ഉണ്ടോ ടെംപ്ലേറ്റ്?
കഴിഞ്ഞു. ഒന്നുമില്ലേ അത് നിനക്ക് തന്നില്ലേ ഞാൻ? ഏ? ഇപ്പൊ ഞാൻ തന്നു ഞാൻ. അത് മാത്രമേ ഉള്ളൂ ആ ആ, പകരം ഞാൻ ഇതൊക്കെ നോക്കി. പിന്നെ ഞാൻ ഒന്ന് back. ഒന്ന് വേണം കേട്ടോ നമുക്ക് ഡൂപ്പി മറ്റേ ഇത് എങ്ങി ഡൂപ്പ് എന്ത്? നീ അതിലൊരെണ്ണം വെച്ചാ ഇല്ല, നീയല്ലേ പറഞ്ഞ ഒരെണ്ണം വെക്കുന്നു. അപ്പൊ ഞാൻ ആ ഒരെണ്ണം നിനക്ക് തന്നു. ഞാൻ വായേ ഒന്ന് നിന്റെ കയ്യില് വേണം ഇനി ഡൂപ്പ് ചെയ്യാൻ നമുക്ക് ഇന്നില്ല എൻ്റെ കയ്യില്. തെണ്ടിത്തരാൻ പറഞ്ഞ അടിച്ച് പൊളിക്കും പട്ടി തപ്പി അങ്ങനെ കിട്ടി കൈ ഞാൻ വെച്ചവന് ഇതെടുത്തു എന്നെല്ലാം ഇത് വാല്യബിൾ തന്നെ ഉണ്ടായിരുന്നു ആ കേസ് രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം വന്നേ സ്ക്രാപ്പ് വന്നേടാ കുറച്ച് ഞാൻ ആ വാളെങ്കിലും ആക്കട്ടെ സ്ക്രാപ്പ് അല്ല നീ ആക്സിൻ്റെ ആളല്ലേ അല്ല, ഇതായി അറിഞ്ഞില്ലല്ലോ ആ ഗായ്സ് ഡയമണ്ട് തീർന്നു എൻ്റെ ഉണ്ടല്ലോ. എത്ര എന്താ? അന്നത്താ അറിവ് ഉണ്ടായിട്ടല്ലേ എന്തിന്? ട്രിം എൻ്റെ ഉണ്ട് ഞാൻ വെച്ചാൽ നിന്റെ അല്ല ഞാൻ അടുത്ത് തന്നെ കൊടുക്കും വാല്യൂ ആ അവനോടുത്തിട്ടുണ്ട് മറ്റേത് തെറ്റ് പറ്റരുത് ഞാൻ വെച്ചു എല്ലാം പോയി ഉറായി കൂടെ ചെയ്യണം മോനെ നോക്കിയിരിക്കുന്നു എന്നിട്ട് ഞാൻ എനിക്ക് ഡയമണ്ട് പിന്നെ അപ്ഗ്രേഡിങ് ടെംപ്ലേറ്റ് ആകുമല്ലോ ടെംപ്ലേറ്റ് പിന്നെ ഞാൻ തപ്പിയപ്പോൾ എൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ഞാൻ ഷോർട്ട് ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ ഡിഫറെൻറ്റ് ഇൻവെൻട്രി അല്ലാതെ തന്നെ പൊങ്കാലിടരുത് ഗൈസ് 4 ഗൈസ് 4 ഇതാക്കും ഗൈസ് നമ്മൾ ഞാൻ തപ്പിയപ്പോഴേ കുറച്ച് ഇൻവെൻട്രി മാറി ഞാനും അതിനെപ്പറ്റി പൊങ്കാലിടിക്കാൻ തോന്നുന്നു ഇപ്പൊ തന്നെ അറിയാം ഗൈസ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഞാനിപ്പോൾ ക്രിയേറ്റീവ് ആയത് അത് നമുക്ക് എടോ എനിക്ക് ഒരെണ്ണവും കൂടെ ആക്കാം ഒരു സംഭവം കൂടെ ആക്കാം ഗൈസ് ഫോർച്യൂൺ പിക്കാക്സ് ചെയ്താലോ ഗൈസ് ഓ ഇത് ഫോർച്യൂൺ ആണ് ഗൈസ് പറയുമ്പോൾ ഇവിടെ കുറെ ഡയമണ്ട് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ള കുറെ ഡയമണ്ട് ഉണ്ട് നിങ്ങൾ വല്ലവിടെ കൊണ്ട് ഇട്ടോ ഡയമണ്ട് ആവശ്യം പോകുന്നില്ല അപ്പൊ കൈസ് ഇപ്പൊ നിങ്ങൾ സമാധാനമായല്ലോ കൈസ് നിങ്ങൾക്ക് എല്ലാം ഇപ്പോഴും എൻ്റെ ഒരു ലെഫ്റ്റ് ഉണ്ട് കൈസ് 1 ലെഫ്റ്റ് എൻ്റെ കയ്യിൽ ഒന്നും കൂടി ഉണ്ട് സ്ക്രാപ്പ് മൊത്തം കഴിഞ്ഞാ നമ്മുടെ എൻ്റെ 8 പിന്നെ അതിൽ എത്രയുണ്ട് 22 32 ഇതെങ്ങനെ ഇരിക്കും കൈസ് നമ്മളെ ആരംഭിച്ചിട്ട് നോക്കട്ടെ കൈസ് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കട്ടെ ഫസ്റ്റ് ആകുമ്പോൾ നല്ല വിശദീകരിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഒറ്റ മിനിറ്റിൽ കാണും ഞങ്ങൾ 2 ദിവസമൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളുടെ എഫേർട്ട് മനസ്സിലാക്കണം ഗൈസ് അല്ലേടാ ഓ ഗൈസ് ഇത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ഉണ്ടാക്കണില്ല ഗൈസ് ലക്ക മറ്റേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാ ആഡ് ചെയ്ത് നോക്കിയടാ ഞാൻ ആഡ് ചെയ്തു അങ്ങനെയുണ്ട് ജസ്റ്റ് അപ്പോൾ ഓളാ എനിക്ക് സൈലൻസ് വേണ്ട സോറി നീ ബുക്കിൽ നോക്കി ബുക്കിൻ്റെ കുറേ ആക്ടിവിറ്റി ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ആറുമാത്ര ഓപ്പി അല്ല ചില ചാനലുകളൊന്നും ഇപ്പോഴും ഇതിലില്ല ഞാൻ ഓഫ്ലൈനിലിരുന്ന് അതൊക്കെ റെഡി ആയിക്കോളാം ത്രോൺസ് 3 ആക്കിക്കോളാം കഴിച്ചിരുന്നത് ആ
മുമ്പ് ഇതുണ്ടായിരുന്നു ഗൈസ് ആടാ. പിന്നെ ഞങ്ങൾ അടിച്ചടിച്ചടിച്ചെടുത്തോ ഇതൊക്കെ പൊട്ടി ഗൈസ്. അപ്പൊ പിന്നെ പൊട്ടിയതൊന്നും അല്ല കാരണം നല്ല ആവി കൊണ്ട് കളഞ്ഞു. ആ എന്താ അത് അത് ആലാവ 3 ഉണ്ടായിരുന്നു. എന്താ ഇവനെ എടാ ഫസ്റ്റ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മുമ്പത്തെ എപ്പിസോഡ് നമ്മൾ ഇങ്ങനെയൊന്നും പറഞ്ഞില്ല ഗൈസ്. കാരണം എനിക്ക് ദേഷ്യം നമുക്ക് നിർത്തി അങ്ങ് പോയി ഗൈസ്. ഓക്കെ ഗൈസ്, ബൈ, സി യു ട്യൂൺ. നിങ്ങൾ പോയി.